വാഗമണ്ണിലെ ബിവറേജ് എവിടെയാണ് വരുന്നത്? വാഗമണ്ണിലെ ബിവറേജിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമോ? കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഒരു പേജുണ്ട്, അതായത് നമ്മൾ ഈ വാഗമണിലെ ടൂറിസം പ്രൊമോഷൻസിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾ അവിടുത്തെ ടൂറിസം പ്രൊവൈഡേഴ്സ് ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ആളുകൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം വരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ ഡെസ്റ്റിനേഷനെ കുറിച്ചും അവിടുത്തെ അക്കോമഡേഷനെ കുറിച്ചൊക്കെയാണ് ഡൗട്ടുകൾ വരാറ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഇത് നമ്മൾ അതിൻ്റെ ആൻസർ നമുക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ഒരു ഡൗട്ടായിട്ട് വരുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. അതായത് വാഗമണിലെ ബിവറേജിന്റെ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ലൊക്കേഷൻ അയച്ചു തരാൻ പറ്റില്ല. കാരണം വാഗമണ്ണിൽ ഇപ്പോൾ ബിവറേജ് എന്ന് പറയുന്ന സാധനമില്ല, ഇപ്പോഴല്ല, ഇല്ല, സാധനമില്ല. ഈ ഗവൺമെന്റ് പറയുന്നത് ഞാൻ തുടങ്ങിയിട്ട് കുറേ കാലം ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ബിവറേജിൽ നിന്ന് നിങ്ങൾക്ക് വാഗമണിൽ നിന്ന് ബിവറേജിൽ നിങ്ങൾക്ക് മദ്യം മേടിച്ച് വയ്ക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ ഈ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു വാഗമൺ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് വരുന്ന ഒരു 75% ആളുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ടൂർ, അത് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പ് ടൂറുകളായിട്ടാണ് വരുന്നത്. ഗ്രൂപ്പ് ടൂറുകൾ വരുന്നത് തന്നെ അറിയാം, അടിച്ചു പൊളിക്കാൻ, അവർക്ക് ഒത്തുകൂടി ഇരിക്കാൻ ഒരു ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു പരിപാടിയാണ്. മിക്കവാറും പ്രൈവറ്റ് ഹോം സ്റ്റേസും വില്ലാസ് ഒക്കെ എടുത്തിട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൽ ഈ മദ്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ വാഗമണ്ണിൽ, അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്ന വഴിക്ക് ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയാവുന്ന കേസല്ല. ഇവിടെ അതിന് നിയന്ത്രണ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ബിവറേജ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിയർ ബൈ വരുന്ന കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞുതരാം. ഇത് വേറെ കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഇതൊരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു മൈൻഡിലല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ പയ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പറയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ വന്ന് ഇത് കിട്ടാതെ വരുമ്പോൾ ഉള്ള അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു മുൻകരുതൽ എടുത്തോട്ടെ എന്ന നിലയിലാണ്. ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് നിയർ ബൈ വരുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വാഗമണിന് ഏകദേശം ഒരു 15 മുതൽ 18 കിലോമീറ്റർ കൂട്ടിക്കോ. അതിനുവേണ്ടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഔട്ട്ലെറ്റ് ഇതിൻ്റെ ഉണ്ട്, ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലമറ്റത്ത് വരുന്നത് ഏകദേശം അവിടെ നിന്ന് ഒരു വാഗമണിന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മേലുണ്ട്, 22 കിലോമീറ്റർ വരും. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈരാറ്റുപേട്ട ആ ഏരിയയിൽ ഒരെണ്ണമുണ്ട്. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്കല്ല, അവിടെ ഒരെണ്ണമുണ്ട്. അത് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വാഗമൺ ടൗണിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്ര ഭാഗങ്ങളിലൊക്കെയാണ് മെയിനായിട്ടും ഈ പറയുന്ന ഇത് വരുന്നത്, ബിവറേജ് ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മദ്യം മേടിക്കണമെങ്കിൽ മേടിക്കാതെയൊക്കെ വന്നു ഇതൊന്നും ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നിട്ട് കിട്ടാതെ ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്ര ദൂരം നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരുന്നതാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്നറിയില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് കണ്ടു വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇതിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ എറണാകുളം പാലാ റൂട്ട് കയറി വരുന്നവർക്കാണെങ്കിൽ ഈരാറ്റുപേട്ട നിന്ന് മേടിച്ചുകൊണ്ട് വരാം. പിന്നെ മറ്റേ തൊടുപുഴ റൂട്ട് വരുവാണെങ്കിൽ മൂലമറ്റത്ത് നിന്ന് മേടിക്കാം. ഈ അതുപോലെ തന്നെ ഉപ്പുതറ ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ 15 കിലോമീറ്റർ പോയിട്ട് അവിടെ പോകുന്നവർക്ക് അങ്ങനെ പോയി മേടിക്കാവുന്നതാണ്. പിന്നെ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വ്യക്തിക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവിനനുസരിച്ചുള്ള മാത്രം മേടിക്കുക. അതിൽ കൂടുതൽ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാ ചെക്കിംഗ് ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനൊക്കെ വലിയ പണിയാവും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് വെൽക്കം ടു വാഗമൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, പേജ് നമുക്കുണ്ട്. നമ്മുടെ ഈ ഒരു ചാനൽ പേജ് അല്ലാതെ വേറെ പേജ് ഉണ്ട്. ഇത് ഈ വാഗമണിന്റെ ഇത് ഒരു ഹെൽപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്, ടൂറിസം പ്രൊമോഷൻ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ ചോദ്യം ചോദിച്ച പയ്യന്റെ സംശയം ഇപ്പോൾ മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ടുകളല്ല, വാഗമണിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചോളൂ, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.